ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നുണ്ടല്ലോ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പെസഹ അപ്പവും പാലും ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഞാൻ താഴെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കുമല്ലോ സാമ്പാർ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സാമ്പാർ വയ്ക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. ഞാനിവിടെ ഒരു 1/4 കപ്പിൽ തുവരപ്പരിപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പിൻ്റെയും പകുതി മസൂർ ദാലും എടുക്കുന്നുണ്ട്. ഇനി ഈ 2 പരിപ്പും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലോട്ടിടാം. അപ്പോൾ ഈ പരിപ്പ് കുക്കാവാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 7 തൊട്ട് ഒരു 8 വിസിൽ വരെ കേൾക്കുന്നത് വരെ പരിപ്പിനെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. പരിപ്പ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തൊക്കെ വെജിറ്റബിൾസാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വെജിറ്റബിൾസ് കുക്കാവാനായിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ വെജിറ്റബിൾസിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തക്കാളിയും വെണ്ടയ്ക്കയും കുക്കറിൽ ഇട്ടിട്ടില്ല. അത് ഞാൻ കടുക് വറുക്കുമ്പോൾ അതിൻ്റെ ഒപ്പമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസ് കുക്കായി വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് കടുക് വറുക്കാം. അതിൽ ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. ഇച്ചിരി കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടു. ഒരു 5 ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇട്ടു. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതൊന്ന് കുക്കായി ഒന്ന് സോട്ടായി വന്നതിന് ശേഷം വെണ്ടയ്ക്കയും തക്കാളിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വെണ്ടയ്ക്കയും തക്കാളിയും വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കയും വേവുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് മസാല മിക്സ് ചെയ്യാം. ഞാൻ മസാല സെപ്പറേറ്റ് ആണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 3-4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ടാവും. തക്കാളി സോട്ട് ചെയ്ത് ഇടുന്നത് കൊണ്ട് തന്നെ 1-2 ടീസ്പൂൺ മാത്രം പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല നമുക്കിതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കായപ്പൊടി ഇടാം. എൻ്റെ കയ്യിൽ ഇച്ചിരി കായപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സാധാരണ ഞാൻ 1 ടീസ്പൂണാണ് ഇടുന്നത്. 1 ടീസ്പൂൺ ഇല്ലായിരുന്നു, ഒരു 3/4 ടീസ്പൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തു. ഇനി വെണ്ടയ്ക്ക തക്കാളി മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ വയ്ക്കുന്നത്. കുറച്ച് സമയം കൂടുതലെടുക്കും, എങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.